എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. cap.mgU.ac.in/UGP/cap 2024/ എന്നുള്ള ഈ ഒരു പേജ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് സ്റ്റുഡൻറ്റ് മെറിറ്റ് കോട്ട ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ 29-ാം തീയതി വൈകുന്നേരം 4-ന് മുമ്പായിട്ട് കോളേജുകളിൽ സ്ഥിരപ്രവേശനം നേടണം. ഇനി ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഭാഗക്കാർക്കുള്ള ഒന്നാമത്തെ പ്രത്യേക അലോട്ട്മെൻറ്റ് വരെ താൽക്കാലിക പ്രവേശനത്തിന് അതായത് SC/ST വിദ്യാർത്ഥികൾക്ക് തുടരാൻ സാധിക്കുന്നതായിരിക്കും. എന്നാൽ മറ്റു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർ ഈ ഒരു ജൂൺ 29-ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് സ്ഥിരപ്രവേശനം എടുക്കേണ്ടതാണ്. ഇവർ താൽക്കാലിക പ്രവേശനത്തിന് ഇവർക്ക് സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ പ്രവേശനം എടുക്കുന്ന വിദ്യാർത്ഥികൾ തെളിവായിട്ട് കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാതിരുന്നവരും അലോട്ട്മെൻറ്റ് ലഭിച്ച് വിവിധ പ്രോഗ്രാമുകളിൽ ജോയിൻ ചെയ്യാതിരുന്നവരും അതുപോലെ തന്നെ നാളിതുവരെ അപേക്ഷിക്കാതിരുന്നവരുൾപ്പെടെ എല്ലാവിധ അപേക്ഷകർക്കും മുൻ വർഷങ്ങളിൽ നിന്ന് വിപരീതമായി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരെ കാത്തിരിക്കാതെ 1/7/2024 മുതൽ 3/7/2024 വരെയുള്ള SC/ST സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനായിട്ടുള്ള രജിസ്ട്രേഷനോടൊപ്പം പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകാവുന്നതും രജിസ്ട്രേഷൻ ചെയ്യാവുന്നതുമാണ്. എയ്ഡഡ് കോളേജുകളിലെ കമ്മ്യൂണിറ്റി മെറിറ്റ് സീറ്റുകളിലേക്കും PD കോട്ടയിലേക്കും ഇതോടൊപ്പം തന്നെ പുതുതായിട്ട് അപേക്ഷിക്കാവുന്നതോ ഓപ്ഷനുകൾ നൽകാവുന്നതോ ആണ്. അപ്പോൾ ഈ ഒരു കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ വിദ്യാർത്ഥികൾ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ജനറൽ കാറ്റഗറിക്ക് 1418 രൂപയാണ് ഫീസ് വരിക. SC/ST വിദ്യാർത്ഥികൾക്ക് 50 രൂപയാണ് ഫീസ് വരിക. അതിനുശേഷം ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷമാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുകയുള്ളൂ. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ക്ലിക്ക് ഹിയർ ടു പ്രിൻറ്റ് യുവർ അലോട്ട്മെൻറ്റ് മെമ്മോ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്ത് പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. അങ്ങനെ പെർമനൻറ്റ് അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സീറ്റ് കൺഫേം ചെയ്യുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. 29-ാം തീയതി വൈകിട്ട് 4 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ നേടിയിരിക്കണം. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷന് പോകുന്ന സമയത്ത് എടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് മെമ്മോ, അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്, അതുപോലെ തന്നെ TC സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ +2 അല്ലെങ്കിൽ ഇക്വലൻ്റ് എക്സാമിൻ്റെ മാർക്ക് ലിസ്റ്റ്, അതുപോലെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി നൽകുന്നത് അതെല്ലാവർക്കും വേണ്ട. അത് നിങ്ങൾ VHSCയോ അല്ലെങ്കിൽ HSCയോ ഹയർ സെക്കൻഡറിയോ THSCയോ CBSCയോ CISCയോ ഒഴികെ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അതുപോലെ മറ്റ് ബോർഡുകൾ എന്നിവയിൽ നിന്നും പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾ ഒഴികെയുള്ള ബാക്കി അതായത് ഈ ഒരു വിഭാഗത്തിൽ നിന്നും പാസ്സായിട്ടതല്ല മറ്റെന്തെങ്കിലും എലിജിബിൾ ആണ്. ഈ ഒരു വിഭാഗത്തിൽ നിന്നും പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. മറ്റു വിഭാഗത്തിൽ അതായത് ഇക്വലൻ്റൊക്കെ ആയിട്ടുള്ളവർ ആണെങ്കിൽ മാത്രമാണ് അതിൻ്റെ ആവശ്യമുള്ളത്. അതായത് ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള യോഗ്യതയാണെങ്കിൽ ഈ ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. കേരളത്തിന് പുറത്ത് വിദ്യാർത്ഥികൾ +2 പഠിച്ചതാണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റും SC/BC അതായത് OBC വിഭാഗക്കാർക്ക് ഈ ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റുമാണ് ആവശ്യം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് EWS വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ബോണസോ വെയിറ്റേജ് മാർക്കോ ഉണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റും വിദ്യാർത്ഥികൾ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് അതായത് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കോളേജിൽ വിളിച്ച് എത്ര രൂപയാണ് അഡ്മിഷൻ ഫീസ് ആവുക, അതുപോലെ മറ്റെന്തെങ്കിലും ഫീസ് ആവശ്യമുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.